അപ്പൊ നമ്മുടെ ഈ പടമൊക്കെ അങ്ങോട്ട് പോയി ഡബ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ക്യാരക്ടേഴ്സ് വരാറില്ലേ? അത് പണ്ടായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ, നമ്മൾ ഈ ഇപ്പോഴെല്ലാ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചും നമ്മൾ ഇതിന്റെ പിന്നാലെ ഒരു ഡ്രൈവിങ് എല്ലാവർക്കും കുറവാണ്. കാരണം ഇനഫ് സ്പേസ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ. ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ, ഈ ഷാജി സാറിൻ്റെ ഒരു കാരിയർ സമയത്ത് തന്നെ തെലുങ്കിലും തമിഴിൽ നിന്നൊക്കെ ഭീകര ഓഫേഴ്സൊക്കെ ഷാജിനും പോവില്ല. ഷാജിനും ഇവിടം കൊണ്ട് കംഫർട്ടബിളായ, കാരണം അന്ന് തന്നെ പലരും പറയും, ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം സ്റ്റുഡിയോയിൽ വെച്ച് കാണുമ്പോൾ ഈ KS രവികുമാർ, ഈവൻ ശങ്കർ അടക്കം ഷാജി ചേട്ടന് സാർ ഞാൻ ഉങ്ങളുടെ ഫാൻ എന്ന് പറഞ്ഞ് സത്യം പറയാം, ഒട്ടും എക്സാഗ്രേഷൻ ഇല്ല. അപ്പം ആ ഒരു ട്രെൻഡ് പോലെ ഇപ്പം നമുക്കിപ്പം അടുത്ത അന്നദർ ലാംഗ്വേജ് പോകണം എന്നുള്ളത് നമുക്ക് കൂടെ ഉണ്ടാവണമല്ലോ. നമുക്കൂടെ ആഗ്രഹം ഉണ്ടായാൽ മാത്രമല്ല ഇതിൻ്റെ അതിനെക്കുറിച്ചുള്ളൊരു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ തമിഴ്നാടും ആന്ധ്രയൊക്കെ നമ്മൾ എത്രയൊക്കെ പോയിട്ട് വന്നാലും നമ്മുടെ കേരളത്തിൽ വന്ന് ഒരുപിടി ചോറ് കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു സന്തോഷം. എന്നാലും നമ്മളൊരു ആസ് ആൻ ആക്ടർ എന്ന നിലയ്ക്ക് നമുക്കൊന്ന് ബിസി ആവാൻ ഉണ്ട്. അതിനുവേണ്ടി ഹോംവർക്ക് ചെയ്യുന്നവരുണ്ട്, അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നവരുണ്ട്. എന്തോ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ ഒരു ക്രേസ് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ തന്നെ പറഞ്ഞ പണ്ട് ആണ് അങ്ങനെ ഡബ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ക്യാരക്ടേഴ്സ് അവിടെ കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ ആ ഡിഫറൻസ് എന്താ കാണുന്നത്? പണ്ടത്തെ ഡിഫറൻസും ഇപ്പോഴത്തെ ഡിഫറൻസും ഫിലിം അങ്ങനെ വല്ല ഡിഫറൻസ് ഉണ്ടോ ഇപ്പൊ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടെ വൈഡായി മാർക്കറ്റ്. അപ്പോൾ ഈ അവിടുത്തെ ആളുകളുടെ ഒരു, ഇപ്പോൾ എല്ലാവരും പറയും മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ ബ്രില്യൻ്റ് ആർട്ടിസ്റ്റുകളാണ്. അവരുടെ ഈവൻ ഒരു സീനിൽ വരുന്ന പോലെ ഇപ്പം ട്രാഫിക് എന്ന സിനിമയിൽ ഞാൻ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് അതിൻ്റെ ഷീൽഡ് സമയത്ത് കൊടുക്കാൻ സമയത്ത് കമൽ സാറായിരുന്നു എൻ്റെ ഫംഗ്ഷൻ്റെ ഗോകുലം പാർക്കിൽ വെച്ചിട്ട്. കമൽഹാസൻ സാറായിരുന്നു അതിൻ്റെ ഗസ്റ്റായിട്ട് വന്നത്. അപ്പോൾ പുള്ളി പേരെടുത്താണ് ഓരോരുത്തരെയും മെൻഷൻ ചെയ്യുന്നത്. ഐ സാ ദ മൂവി ആൻഡ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ പെർഫോമൻസ് വെൽ എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഷീൽഡ് കൊടുക്കാൻ വിളിക്കുമ്പം ഇന്ന ക്യാരക്ടർ ചെയ്തല്ലേ. അപ്പം അവർ എന്തുമാത്രം ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതും ഭയങ്കരമായിട്ട് അത് അങ്ങനെ എന്തെങ്കിലും ടിപ്പിക്കലായിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓഫേഴ്സ് വന്നാൽ. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം, എനിക്ക് തലസ്ഥാനം കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ടാമത് പോയി ചെയ്യുന്നത് തെലുങ്ക് സിനിമയായിരുന്നു. കോടി രാമകൃഷ്ണ എന്ന് പറയുന്ന അന്നത്തെ ബിസി ആയിട്ട് നിൽക്കുന്ന ഡയറക്ടറിന്റെ കീഴിലായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, പിന്നെ അതിനൊരു ഫോളോ അപ്പ് വന്നില്ല. എനിക്കും അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ എനിക്ക് മലയാളം മതി, അതിനകത്ത് ഞാൻ സന്തോഷം എന്ന രീതി എന്നായിരിക്കും അതിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ, ഇതിനു വേണ്ടി നമ്മൾ ചില എന്താ പറയുക, ചില സബ്ജക്റ്റുകളോട് താല്പര്യം അല്ലെങ്കിൽ ചില പ്രോജക്റ്റുകളോട് താല്പര്യം. എൻ്റെ അടുത്ത് ആരോ ചോദിച്ചു, ഇപ്പം 24 വർഷമായില്ലേ, സുധീർ കരമന ഒരിക്കൽ ചോദിച്ചു, ചേട്ടാ ഈ 24 വർഷമായിട്ട് നിങ്ങൾ 110 സിനിമയിൽ ഉണ്ടു. ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയില്ല ചേട്ടാ, അത്രയും വന്നിട്ടുള്ളൂ. പുള്ളി 2-3 വർഷം കൊണ്ട് 100 പടം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നതായിട്ട്. അപ്പൊ എല്ലാവർക്കും എല്ലായിടത്തും ഒരു ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സത്യമാണ്, നമ്മുടെ വഴി തെളിഞ്ഞു വരുന്നുള്ളൂ. തീർച്ചയായിട്ടും ശരിയാക്കാം. പക്ഷെ ഇപ്പൊ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, വിജുമോന് ഭയങ്കര റിസംബ്ലൻസ് ഉണ്ട് ഈ നാഗാർജുനായിട്ട്. അല്ലെങ്കിൽ ചില സമയം എനിക്ക് ലാൽ സാറിന്റെ ചെറിയ ബാൻഡ്രസംസ് എവിടേക്കോ വന്ന് പോകുന്ന പോലെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ല. ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നത് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. സംഭവം അറിയാമോ, ഈ ലാൽ സാറിന്റെ ലാൽ സലാം എന്ന് പറഞ്ഞ ഷൂട്ട് സമയത്ത് ലാൽ സാറിന്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, ഭീകര ഒരു ആരാധകനായിരുന്നു ഞാൻ ലാൽ സാർ. അതെന്നറിയാമോ, അത് ലാൽ സാറിന് പറഞ്ഞു 80s ലാൽ സാറിന്റെ ചില സിനിമകളുണ്ടല്ലോ, എന്തിന് ഞാനല്ല ഷാജി സാർ എല്ലാവരും ഒരുമാതിരിപ്പെട്ടവരെ എല്ലാവരും. പിന്നെ കാരണം വേറൊരു കാര്യം പറയാം, ഈ ഫാൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ അവരെ പൂർണ്ണമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ നരസിംഹത്തിൽ സംഭവിച്ചതും ആറാം തമ്പുരാനിൽ സംഭവിച്ചതും ഈ രഞ്ജിത്തേട്ടനും ഷാജി സാറും ഒക്കെ ലാൽ സാറിന്റെ ഡെഡ് ഫാനാണ്. അത് വളരെ സൈലന്റ് ആയിട്ട് അറിയാവുന്നവർക്കറിയാം. എങ്കിൽ മാത്രമേ പുള്ളിയെ ഈവൻ ഓരോ പോയിന്റ് കോർണർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഈവൻ ഓരോ ഷോട്ട് വരെ നമുക്ക് അതിലെടുത്ത് വച്ചിരിക്കുന്നത് കണ്ടാൽ ഹീസ് ഹാർഡ്ലി ഫാൻ ഓഫ് ലാൽ. ഏട്ടൻ എപ്പോഴും പറയും ലാൽ സാറിന്റെ ഓരോ ഷോട്ട് എടുക്കുമ്പോൾ തന്നെ ഈച്ച് ആൻഡ് എവറിത്തിങ് അത് ലാൽ സാറും പറയും. എന്നെ ഭയങ്കരമായിട്ട് കീനായിട്ട് വാച്ച് ചെയ്ത് എന്റെ ചില ഓരോ ഇത് കാണിക്കുന്നതൊക്കെ ഞാൻ പിന്നെ സ്ക്രീനിലായിരിക്കും ഞാൻ അറിയുന്നത്. സത്യമായിട്ടും അതിന്റെ നമ്മുടെ മനസ്സിന്നുണ്ടാകുന്ന ഈവൻ ഈ ലാലേട്ടനും തിലകേട്ടനുമായിട്ട് ആ വീട്ടിൽ വെച്ചിട്ട് ഒരു ഇന്ററാക്ഷൻ എന്തുവിടൻ ചില സോഷ്യൽ ഇഷ്യൂസിൽ. അപ്പം പുള്ളി പറയുന്നുണ്ട്, ചില ബീങ് എ സോഷ്യൽ ആനിമൽ ഞാൻ ചില ഇഷ്യൂസിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം പുള്ളിയുടെ ഒരു ഷോട്ട് കൈയുടെ ഒരു, നമുക്ക് പടം കണ്ടാൽ അറിയാം ഈ കൈ, ആ പുള്ളിയുടെ ആ ടെൻഷൻ കംപ്ലീറ്റ്. അപ്പം ഇത്തരം മാനറിസങ്ങൾ ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഒരു ഡയറക്ടർ ആവണമെങ്കിൽ തീർച്ചയായിട്ടും A to Z പുള്ളിനെ വാച്ച് ചെയ്യണം. അതുപോലെയാണ് ലാലേട്ടൻ്റെ അടുത്ത് ചിലപ്പം അറിഞ്ഞോ അറിയാതെയോ ഈ പ്രോഗ്രാമിൽ ലാൽ സലാമിൽ ഞാൻ പറയുന്നുണ്ട്, ഞാനൊക്കെ ചേട്ടൻ്റെ പടങ്ങൾ കണ്ടിട്ടാണ്. നമുക്കിപ്പോൾ സത്യമാഷിൻ്റെ കാലത്തൊന്നും ജീവിച്ച ആളുകളല്ലോ, ടു ബി ഫ്രാങ്ക്. പടങ്ങൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മളെ ഇൻസ്പയർ ചെയ്ത പടങ്ങൾ എന്ന് പറയുന്നത് രാജാവിൻ്റെ മകനും ഈ 20-ാം നൂറ്റാണ്ടും പിന്നെ TP ബാലഗോപാൽ, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്, മമ്മൂക്കയുടെ ആണെങ്കിൽ അതിരാത്രം, ഇങ്ങനെയൊക്കെ കിടക്കുന്നതാണ്.
അപ്പൊ ഇവരാണ് നമ്മുടെ റോൾ മോഡൽസ്. അപ്പം അങ്ങനെ വരുമ്പോ അവര് നാച്ചുറലി അവരുടെ അഡ്മിറേഷനും പിന്നെ നമ്മളെ ഇൻസ്പയർ ചെയ്യും. ഇപ്പം റോൾ മോഡൽസ് അല്ലേ, നമ്മളിപ്പം ജനിച്ചു വീഴുമ്പോൾ നമ്മൾ കാണുന്ന അച്ഛനെ കണ്ടിട്ടാണല്ലോ നമ്മൾ അച്ഛനെ പോലെ ആവുകയാണോ, എൻ്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു അപ്പൊ അതുപോലെ എങ്ങനെയാണെന്ന്. അതുപോലെ ഇത് അറിഞ്ഞോ അറിയാതെയോ അല്ല, അറിയാതെ വന്നു പോകുന്ന നമ്മുടെ ഉള്ളിലേക്ക് കയറി പോകുന്നതാ. തീർച്ചയായിട്ടും. ഞാൻ 6 8 9 പടം ജോയിൻ ചെയ്തു. ഫസ്റ്റ് മൂവി നരസിംഹമായിരുന്നു. എനിക്ക് തോന്നുന്നു ലാൽ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിജയകുമാർ അല്ലേ ശരിക്കും? അതെ അതെ അതെ, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. എന്നാ പറയാ പറച്ചിൽ കേൾക്കുമ്പോ തന്നെ താങ്ക്സ്. ഞാനിപ്പം പറഞ്ഞില്ലേ, ഞാൻ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ തന്നെ ഒരു പയ്യൻ ഈ ഡയലോഗ് പറയുക, അവൻ പാടുപെടുക അവതാരപ്പിറവികളുടെ രൗദ്രഭാഗം വേല. അതുകൊണ്ട് അപ്പം പക്ഷെ സത്യം പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാകും. കാരണം എന്താ പറയുക, നമുക്ക് ഈ ബുദ്ധി ഇല്ലാത്തവര് നമ്മളെ ഇഗ്നോർ ചെയ്യുന്ന കാലത്താണ് ഈ പിള്ളേര് ഇതിനെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇനി ഞാൻ എന്റെ ഭക്ഷണം തട്ടെ ഇതൊന്ന് കഴിച്ചേച്ചു വേണമല്ലോ എന്റെ നാട്ടുകാരോടൊന്ന് പറയാം. തീർച്ചയായിട്ടും പേടിക്കണ്ട കേട്ടോ, ഞാൻ ഒത്തിരി ഒന്നും തരികയല്ല, ഒരു കഷ്ണമൊക്കെ തരുവുള്ളൂ, അത്രയൊക്കെ കഴിക്കത്തുള്ളൂ. മുഴുവൻ കഴിക്കണമെന്നൊക്കെ ആദ്യം എന്നോട് ചോദിച്ചതാണ്. എന്നാലും ഒന്ന് അങ്ങനെ അല്ലല്ലോ അതിന്റെ ഒരു ശരി, ഒന്നേ തരത്തുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇടയ്ക്ക് ഈ വരുന്നതിൻ്റെ ഹൈലൈറ്റ് മാളിൽ ഞാനിപ്പോൾ ഗൂഡല്ലൂർ എന്നൊരു പ്രോഗ്രാമിന് പോയിട്ട് വരിക. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ അത് ഞങ്ങൾക്ക് കേട്ടതായിട്ട് പറയണേ, ഞങ്ങൾ കറക്റ്റ് സമയമാകുമ്പോൾ ഞങ്ങളിത് കാണാനും ആ റെസിപ്പി അനുസരിച്ച്, പക്ഷെ ഞങ്ങൾക്ക് അതുപോലെ വരാറില്ല, ഞങ്ങൾ മേക്ക് ചെയ്ത് നോക്കാറുണ്ടെന്ന് കൂടെ പറയണം. പക്ഷേ എന്നാന്നറിയാമോ, അത് അത്രയും പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം. അല്ല തീർച്ചയായിട്ടും ഞാനിതിപ്പം പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഇവരെല്ലാം NRIs-ഉം ദുബായ് ബേസ് ചെയ്തൊക്കെയാണ്. കാരണം അവർ നാച്ചുറലി അവർ വീട്ടിലിരിക്കുമ്പോൾ അവർ ടക്കൻ ഇത് വാച്ച് ചെയ്യുകയും അവരപ്പം തന്നെ കുക്കിംഗ് തുടങ്ങുമെന്നാണ് പറയുന്നത്. ഒരു പ്രോഡക്റ്റിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, പക്ഷെ അവർ പറയും ഞങ്ങൾക്ക് അതുപോലെ ഒരു ഫിനിഷിങ് കിട്ടാറില്ലെന്നൂടെ പറയും. അത് എന്തായാലും ഇപ്പൊ വിജയകുമാർ പറഞ്ഞ ആൾക്കാരെ എനിക്ക് നേരിട്ടറിയാൻ മേല, പക്ഷെ എന്നാലും നിങ്ങളുടെയൊക്കെ മനസ്സിലാ സന്തോഷവും എന്നോടുള്ള സ്നേഹവും പിന്നെ എന്റെ ഓരോ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമുണ്ട്. ഈ സ്നേഹം എപ്പോഴും ഉണ്ടാവണം. തീർച്ചയായിട്ടും പേടിക്കണ്ട, എന്റെ പ്രേക്ഷകർ ഇത്രയും പറഞ്ഞില്ലേ, അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്നതിൽ പേടിക്കാനൊന്നുമില്ല. അല്ലെങ്കിലും മീനല്ലേ, അന്നേരം പിന്നെ പേടിക്കാനൊന്നുമില്ല, ശ്വാസം നോക്കിയിട്ട് കഴിച്ചു. പിന്നെ മുഴുവനൊന്നും ഞാൻ കഴിക്കാനൊന്നും പറയുവേ ഇല്ല. ഞാൻ പേടിച്ചു ഇതിന് വരുമ്പോ ഞാൻ ആദ്യം പുള്ളിക്കാരോട് ചോദിച്ചു, ചേട്ടാ ഈ ഫുൾ ടൈം പ്രോഗ്രാം തീരുന്നവരെ ഇതിരുന്ന് കഴിച്ചോണ്ടിരിക്കണം. അങ്ങനെയൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പറയാം, എല്ലാവരും ഈ പറഞ്ഞുകൊണ്ട് കോൺഷ്യസ് ആണ്. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ക്യാമറ എല്ലാം ഓൺ ആക്കി എല്ലാവരും നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒക്കെ കഴിക്കാൻ കോൺഷ്യസ് ആണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഈ അടുക്കളയിൽ അങ്ങനെ ഇല്ല. നോ ഫോർമാലിറ്റി. എനിക്ക് വേറെ കാര്യം പറയട്ടെ, വേണ്ടെന്നല്ലേ പറഞ്ഞേ, കഴിച്ചല്ലോ. ഇത് ഒന്നിലൊന്നും ഒതുങ്ങില്ല. കൊടുക്കണ്ട അല്ലേ, കൊടുക്കണ്ട അല്ലേ. വന്നപ്പോ എന്റെ ഡയലോഗായിരുന്നു ഈ പറഞ്ഞ കൂട്ടെ. എനിക്ക് എന്നാ കാണുന്നുണ്ടല്ലോ അല്ലെ, ഇപ്പൊ പറഞ്ഞ ഡയലോഗൊക്കെ എല്ലാരും മറന്നേ. ഇത്രയും നേരം ഞാൻ വർത്താനം പറഞ്ഞ് ശല്യം ചെയ്തില്ലേ, എന്നാ ചെയ്യാൻ നോക്കും. പക്ഷെ ചൂടോടെ കഴിച്ചാൽ ഇതിലും അസൽ ടേസ്റ്റാണ്. അത് ഈ പറഞ്ഞ പോലെ മീനായാലും ഇറച്ചിയായാലും എല്ലാ വിഭവവും ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം. പക്ഷെ നമ്മുടെ ഷോയിൽ നമുക്ക് വർത്താനം പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകർക്ക് വിശേഷമൊക്കെ കേൾക്കണ്ടായോ. അന്നേരം പിന്നെ നമ്മൾ ഇനി മിണ്ടുകയല്ലോ തോന്നുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് നേരത്തെ പറഞ്ഞ ഡയലോഗ് തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നതാണല്ലോ ഞാൻ കണ്ടത്. ഇപ്പൊ വിജയകുമാറിന് മിണ്ടാനൊന്നുമില്ല, ഇതൊന്നിൽ പോകുകയല്ല, ഞാൻ ഒന്നുകൂടെ തിന്നേക്കാന്ന്. പക്ഷെ സന്തോഷമുണ്ട് കേട്ടോ, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എല്ലാം കഴിച്ച് എല്ലാ അഭിപ്രായവും. ഇനി എന്റെ പ്രേക്ഷകരോട് അഭിപ്രായം പറയണം. കഴിച്ചു സത്യം ഇത് ഒന്നിലൊന്നും ഇത് ഒതുങ്ങില്ല. ഞാൻ ഈ ഫുഡ് സെക്ഷനിൽ ഞങ്ങൾ ബിജു മേനോൻ, സുരേഷ് കൃഷ്ണ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇവരാണ് നല്ല ഫുഡ് എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഇവർ നോട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വരുത്തിക്കുക. അതൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇനി പെട്ടെന്ന് തന്നെ അവിടെ പോയി പറഞ്ഞേക്കണേ, ഇങ്ങോട്ട് ഓടി പോന്നേക്കാൻ കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും. ഇനിയിപ്പോ ഒരു കാര്യമുണ്ട്, കഴിച്ചല്ലോ, ഇതിന്റെ പേരെന്നാ? ചിരിച്ചു കഴിക്കുന്നു. ബുക്ക് പേന എടുക്കട്ടെ. പഞ്ചാബി പറയുന്ന കേട്ടു. പഞ്ചാബി എന്ന് പറഞ്ഞു. അമൃത്സാരി ഫിഷ് ഫ്രൈ. അമൃത്സാരി ഫിഷ് ഫ്രൈ. ഈ ഷോ തീരുന്നിടം വരെ കഴിച്ചോണ്ടിരിക്കണോ? ഇത് വലിയ പ്രയാസമുള്ള കാര്യമല്ലേ? ഞാൻ കണ്ടായിരുന്നു കേട്ടോ. വേണം അല്ലേ? മാറ്റിക്കോ, അല്ലാതെ അങ്ങ് എടുത്തു. കണ്ട ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ ഇവിടെ വരുന്നവരൊക്കെ എന്തുകൊണ്ട് കഴിക്കുന്നു. അപ്പൊ വീട്ടുകാരെല്ലാ പ്രേക്ഷകരും ഉണ്ടാക്കണം.